ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുത്തനുള്ള ഇറക്കായി കിട്ടാ. ഇറങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല സുഖമാവും, കയറി വരാൻ ഇച്ചിരി പണി കൊടും. അപ്പോൾ നമ്മൾ സിംഗിൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കണ്ടിട്ട് നമ്മൾ ഡബിൾ ലക്കറിലേക്ക് തിരിച്ചു പോകട്ടാ. വെള്ളം കണ്ടിട്ട് പോകാൻ തോന്നില്ല കേട്ടോ ഇവിടുന്ന്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒരു കുളി ഇവിടുന്ന് കുളിക്കണം. ഇതാണ് താഴേക്കുള്ള കാഴ്ചട്ടാ. അവിടെ എന്താ അവരുടെ വീടാണോ? വെള്ളത്തിലുള്ള മീനുകൾ നോക്കുകയാണ്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരുപാട് ഇരുട്ടെ, ആകെ വേർത്ത പാടെ തോട്ടിലെ തണുത്തളത്തിൽ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റൂം എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനുള്ള പരിപാടി. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മുട്ട റോസ്റ്റും ബ്രെഡും ഉണ്ട്. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ മേഘാലയാണ്. മേഘാലയയിലെ മോങ്ക്രിയാറ്റ് വില്ലേജിലുള്ള കേട്ടോ. നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഏകദേശം 3500ഓളം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചായ പിടിക്കാണ്ട് രാവിലെ വന്നാണ് ഒരു ഹോട്ടലിലേക്ക്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ചായയും 2 കേക്ക് കൊടുത്ത് കഴിച്ച്. ഇനി അത് വെച്ചിട്ട് വേണം ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല സുഖമാണ്. സ്റ്റെപ്പ് തിരിച്ച് കയറാൻ ആലോചിക്കുമ്പോൾ ഇറങ്ങാൻ തോന്നില്ല. എന്തായാലും നമ്മൾ പലരും പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ മേഘാലയ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നിങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്കാട്ടെ പോകുന്നു. ഈ കാണുന്ന ചായക്കടി നമ്മൾ ചായ കുടിച്ച് കിട്ടാം. ഇന്ന് രാവിലെ തന്നെ റീലണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളങ്ങനെ മോങ്ക്രിയാറ്റ് വില്ലേജിലെത്തിയിട്ടുണ്ട്. താഴെ ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നമുക്ക് താഴേക്ക് പോകാനിട്ടാ. അത്യാവശ്യം സ്റ്റെപ്പ് ഇറങ്ങാനാണ്. വയറൊന്ന് തണുത്ത് കിടന്നിട്ട് ഞങ്ങളൊരു കക്കരിക്ക കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വടി റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെൻറ്റിനാണത് വേങ്ങിക്കാനാണോന്ന് ഐഡിയ ഇല്ല. താഴെ ഇറങ്ങാൻ നല്ല കിടിലം പ്ലേസാണ്. എന്തായാലും എന്താ ചേർന്ന് കണ്ടാ, ഇതുപോലെയുള്ള 3000 ചില്ലാൻ സ്റ്റെപ്പ് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണ്ട. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല. നമുക്ക് വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ കണ്ട വീട്ടിലെ മുറ്റത്താണ് കച്ചവടങ്ങളൊക്കെ കേട്ടോ. പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച്, കോഴിമുട്ട പുഴുങ്ങിയത്, കക്കരി, പഴം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഹോം സ്റ്റേ ഉണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇവിടെ ഹോം സ്റ്റേക്ക് വേണ്ടി നോക്കി. നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റാതെ അപ്പോൾ. പക്ഷേ ഹോം സ്റ്റേ 1200 പറഞ്ഞത്. അതുതന്നെ ടോയ്ലറ്റ് കുറേ നടന്നു വരണം. ഒരു തുള്ളി റേഞ്ചില്ല. റേഞ്ച് ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടാവും ഇനി വീഡിയോ എത്തൽ. കാരണം മേഘാലയ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഭയങ്കര മോശമാണ്. ഒരു തലക്ക് കുറച്ച് സമയം എയർടെൽ ഇട്ടിയാൽ പിന്നെ അവിടെ എയർടെൽ ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ചെയ്യാവും. അത് തന്നെ ഫുള്ള് കിട്ടൂല റേഞ്ച്. ഇവിടെ നമ്മളെ മലയാളീസിനൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി എന്താണ്, ഇവിടെ കുറച്ച് റൂം ഉണ്ടാക്കിയിട്ടാണ്. ഒരു നോർമൽ ബഡ്ജറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നല്ല ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡും കൊടുത്താൽ കത്തി കയറാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ റൂമിന് അത്രയും റേറ്റാണ്. കാരണം 2000-2500 ഒക്കെയാണ് റൂമിന് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയ 2000 പറയും. പിന്നെ നിന്ന് കുറേ സംസാരിച്ചിട്ട് 1800 കിട്ടും. എന്നാൽ റൂമൊക്കെ കണക്ക് തന്നെയാണ്. ഇവിടെയൊക്കെ എടുത്ത് പറയേണ്ട സംഭവം എന്താ പറയുക, ഇവരെ വീടുകൾ, ഇവരെ പരിസരത്തിൻ്റെ വൃത്തിയാട്ടാ. അതിൽ നമ്മൾ മാതൃകയാക്കണം. നമ്മൾ ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് ഈ മേഘാലയ. നമുക്ക് പാർക്കില്ല, അത്രത്തോളം വൃത്തിയാണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ആളുകൾ വായ തീരെ വൃത്തിയില്ല. കാരണം ഫുൾ ടൈം ഈ വെറ്റിലടക്കം നിന്നിട്ട് അങ്ങനെയുള്ളൊരു വാഴയാണ്. പക്ഷെ ഇവരെ പരിസരം ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയായിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ ഇവർക്കൊരു വലിയ സല്യൂട്ട് കൊടുക്കണം നമുക്ക്. ഇവിടെയൊക്കെ കച്ചവട സ്ഥാപനം പിന്നെ ചെയ്യേ ഇതേപോലെ എങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കച്ചവടക്കാരുണ്ട്. ഇനി ഇനി കുത്താനുള്ള സ്റ്റെപ്പുകളായിട്ടാണ്. ഇറങ്ങാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇറങ്ങാം. സ്റ്റെപ്പ് കയറി വരാൻ ഇച്ചിരി പാടുപെടും. ജുനു ഇറങ്ങുന്ന സുഖമൊന്നും ഉണ്ടാവില്ല. 10 സെക്കൻഡ് ഞാൻ സംസാരിക്കൂല കേട്ടോ. ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്ന് നോക്കി നിങ്ങൾ. കണ്ടില്ല നിങ്ങൾ എത്രത്തോളം നമുക്ക് ആ നാച്ചുറലായിട്ടുള്ള ആ സൗണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. മടുപ്പില്ലട്ടെ നടത്തും. ചെറിയൊരു തണുപ്പ്, ഓവർ തണുപ്പല്ല, ചെറിയൊരു തണുത്ത കാലാവസ്ഥയാണ്. ഇറങ്ങാൻ പാടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട്
കുത്തനുള്ള ഇറക്കായി കിട്ടാ. ഇറങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല സുഖമാവും. കയറി വരാൻ ഇച്ചിരി പണി കൊടും. കാരണം വരുന്നവരൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ്ട് വടിയും കുത്തി തരണേ. ഇവിടെ നിന്നാണ് വഴി രണ്ടായിട്ട് പിരിയുന്നത്. നമുക്ക് സിംഗിൾ ട്രക്കർ ബ്രിഡ്ജിലേക്ക് ഇവിടുന്ന് ഏകദേശം 3 മിനിറ്റ് ഉള്ളൂ. ഡബിൾ ഡക്കർ താഴേക്കായിരിക്കും. അത് അത്യാവശ്യം ഇനി ഇറങ്ങാണ്ട് നമ്മൾ ആദ്യം സിംഗിൾ ഡക്കർ പോയിട്ട് കണ്ടുകാണ്ട് വരിക. കാലിൻ്റെ മസിലിനൊക്കെ കാഫിനൊക്കെ ഒരു വിറയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ദിവസം ട്രക്ക് നടന്നിട്ടൊന്നും ഇല്ല, ബൈക്കും അങ്ങനെ യാത്ര എന്നല്ലുള്ളൂ. ഞാൻ സൗദിയിൽ നിന്ന് വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ 16 കിലോമീറ്റർ ഡെയിലി ഓടി വ്യായാമം ചെയ്തിന്. ആ സമയമൊക്കെയാണെങ്കിൽ ഞാൻ തുമ്പി പറഞ്ഞ ഒരു പാർവതി കൂടി. യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ശരീരം കേടുകയാണ്, വ്യായാമം കിട്ടണില്ല ശരീരത്തിന്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്താ പറഞ്ഞാൽ സാധനത്തിനൊക്കെ ഡബിൾ വിലയുണ്ട്. ഡബിൾ വില പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ സാധനം എത്തിക്കാൻ അത്രയും റിസ്ക് ഉണ്ടാവും. ബൈ റൂട്ട് പിടിച്ച് തരികയെ. അയ്യോ ടിക്കറ്റും ഉണ്ടോ അവിടെ? ഇവിടെ അവിടെ ടിക്കറ്റും ഉണ്ട്. സിംഗിൾ ഡക്കർ അല്ല ചോദിക്കാം നമുക്ക്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് 30 രൂപ കേട്ടോ. ഈ സിംഗിൾ ഡക്കറിൻ്റെ ഇവിടേക്ക് ആളുകൾ കുറവാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അവിടെ ചേഞ്ച് പോലും ഇല്ല അവരുടെ കയ്യിൽ. ഡബിൾ ഡക്കറിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം വാട്ടർഫാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാല് നല്ല വിറയിൽ വരുന്നുണ്ട് മസിലിൻ്റെ അവിടെ. എന്താ അവിടെ ബോർഡ് അങ്ങോട്ടാ താഴേക്ക് അങ്ങോട്ടോ? ലോങ് റൂട്ട് ബ്രിഡ്ജ് ഇതുവഴിയാണ്. പിന്നെ എന്തിനാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിക്കണത്? അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയ 2000 ഫൈനെന്ന്. പിന്നെ എന്തിനാ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചു? അവിടെ പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ സിംഗിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമായിട്ട്. കാടും ഇതൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് ആരോഗ്യം വേണം. ആരോഗ്യം ഇല്ലാത്തവരുണ്ട് വരണ്ട. കാരണം സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായി, സ്റ്റെപ്പ് തിരിച്ച് കയറുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അത് ലോഡ് ഏറ്റണേ കൊട്ട സാധനം ചരക്കേറ്റണ സാധനമാണ്. നെറ്റിമട്ട് ടൈം ലോഡ് തുളത്തും. അപ്പോൾ നമ്മൾ സിംഗിൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കണ്ടിട്ട് നമ്മൾ ഡബിൾ ഡക്കറിലേക്ക് തിരിച്ചു പോകട്ടാ. ഡബിൾ ഡക്കർ ആ സാധനം കിട്ടണില്ല ചില സമയത്ത്, നാവിൽ വഴങ്ങുന്നില്ല. അവിടെ ഒരു സായിപ്പുണ്ട് താഴത്തിറങ്ങി കിടക്കുന്നു. നമ്മളെന്തായാലും ഇവിടുന്ന് തിരുമ്പി പോവുകയാണ്. നല്ല മഴയുള്ള സമയത്തൊക്കെ വേറെ ഒരു എന്താ പറയുക കിടിലൻ കാഴ്ചകളായിരിക്കും. ഇതിൽ താഴെ കൂടെയൊക്കെ നല്ല വെള്ളം ഒഴുകുന്ന ഒരു സമയത്ത് ഈ ഗ്രാമത്തിലെ വീട് നോക്കുകയാണെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കിയാട്ടാ. ആ മരത്തുമ്മ അല്ല താഴേന്ന് ഫില്ലർ കൊടുത്തിട്ട്, ഫില്ലർ കരിങ്കല്ലാണ്, നല്ല കരിങ്കല്ലിൻ്റെ പീസ് എന്നിട്ട് സ്ലാബ് ഇതിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു വരി താബൂക്കും ഉണ്ട്, ബാക്കി ഫുള്ള് മരാട്ടാ. മുകളിൽ ഷീറ്റ്. ഇത്തരത്തിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇതല്ലാതെ കോൺക്രീറ്റ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഉള്ള വീടുകളും ഉണ്ട്. ഉണ്ടല്ലേ ഈ വീടിനൊക്കെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ താഴേന്ന് പൊക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വെള്ളം കയറുന്ന സ്ഥലമാണോ എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ പൊക്കണമെങ്കിൽ ഇതിനിടയിലൊരു സെമിത്തേരി വെക്കണി.
ഇതിൽ മരണപ്പെട്ടവർക്കൊക്കെ നല്ല റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടാവും. ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ, കാരണം ഒരു ശല്യവും ഇല്ല ആരി. നമ്മൾക്ക് ഒരുപാട് ദൂരം താഴേക്ക് ഇറങ്ങി വന്ന് ഒരു ഇരുമ്പ് പാലം ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. പാലം എന്താ പറയുക, ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും പാലത്തിന്. ഇനി താഴയിലൂടെ ഇറങ്ങണം. നമ്മൾ കുളിക്കാൻ പറ്റിയ ഒരു സാധനം എടുത്തില്ല. നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ, കുളിക്കാൻ പറ്റിയ തണുത്ത വെള്ളം. ഞാൻ കാണിച്ചു തരാം. ജുനുവിന് മസിലിനൊന്നും പിടുത്തം വരുന്നില്ല. ആ എന്ത് ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഇതൊക്കെ എനിക്ക് എന്താ ശീലമായിരുന്നില്ല. തിരിച്ചു കയറുമ്പോൾ ഇത് പറയണം. ഈ ശീലമായി എന്നുള്ളത് തിരിച്ചു കയറുമ്പോൾ പറയണം. ഈ ശ്രദ്ധിക്കണം, ചെരുപ്പാണ് കാൽമേ. എൻ്റെത് ഈ പാറ ചിലത് വയ്ക്കും. നമുക്ക് മുകളിലൂടെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പാലം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാ വഴി? ഇതന്നെ ആവും. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ വിടലെന്നാവില്ല. എന്താ വെള്ളടാ ആ വെള്ളത്തിലൊക്കെ നോക്കാം. ഞാൻ തിരിച്ചു വരുമ്പോൾ ഫാനും ഡ്രസ്സ് നനഞ്ഞാലും വേണ്ടില്ല, ഇതൊന്ന് കുളിക്കും. എടാ ഇങ്ങോട്ട് നോക്കാം ജുനോ, ഇതിൽ കിടന്നാളൊരു സുഖം എന്താണെന്നറിയോ ജുനു? ഇജ്ജ് കാണില്ലേ ഇത്? ചാടി കുളിക്കാൻ പറ്റിയ സ്ഥലം, വെള്ളത്തിൻ്റെ വൃത്തി നോക്കാണ്. വെള്ളം കണ്ടിട്ട് പോകാൻ തോന്നില്ല കേട്ടോ ഇവിടുന്ന്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒരു കുളി ഇവിടുന്ന് കുളിക്കണം. ഇതാണ് ഇവിടുത്തെ പാലം, ഒരു പനൻ്റെ കഷ്ണം മുറിച്ചിട്ടാണ്. ഇനി നമ്മൾ ഹൈറ്റിലേക്ക് കയറുക കേട്ടോ. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ തൂക്കുപാലം കടന്നിട്ട് വേണം അവിടേക്ക് പോകാൻ. താഴെ എന്തോ ക്യാമ്പിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇന്ന് പെയിൻ്റ് അടിച്ചാന്ന് തോന്നുന്നുണ്ട്. പാലം നല്ല ആട്ടാട്ടാ. ഇതാണ് താഴേക്കുള്ള കാഴ്ചട്ടാ. അവിടെ എന്താ അവരെ വീടാണോ? മീനോക്കടയിൽ ജിനു ഫിഷ് നോക്കാം. ആണ്ട് നോക്ക് വെള്ളത്തിൽ. നമ്മളങ്ങനെ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം ആളിരുന്ന് നമ്മൾ വന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറേ നേരം ഷൂട്ട് ചെയ്യാതിരുന്ന്. അപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ മരത്തിൻ്റെ വേര് കൊണ്ട് 2 തട്ടാക്കിയിട്ടുണ്ടാക്കി ബ്രിഡ്ജ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ഇതിലൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഇത് കൊടുന്നാക്കിയ മീനാണ് ഇവിടെ, അതായത് ഇതിൽ വളരുന്ന മീനാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇതിൽ വളരുന്ന മീനാണ് പിടിച്ചു കൊണ്ടുവേണ്ടിയല്ലേ. ഇനി ഇവിടെ റെയിൻബോ ഫാൾസ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ ഏകദേശം 3/4 മണിക്കൂർ ഇനി നടക്കണം. പക്ഷേ അതിലിപ്പോൾ ചേച്ചി ഇവിടുത്തെ ചേച്ചി കാണിച്ചത് വെള്ളം കുറവാണ്. വെറുതെ നമ്മൾ 45 മിനിറ്റ് നടന്ന് സമയം കളണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ ഇവിടുന്ന്. നമുക്ക് അവിടെ പോയിട്ട് ടെൻറ്റൊക്കെ സെറ്റാക്കാണ്ട്. ഹായ് ഹായ് ഇയാളൊക്കെയാണ് എന്ത് രസം എന്നാ കാണാമെന്ന് അറിയാം. പൂച്ചനെ പിടിച്ച് നിൽക്കുക കേട്ടോ ആൾ വീടിൻ്റെ മുന്നിൽ. ഒന്നും പറയണ്ട മക്കളെ, കണ്ടില്ലെങ്കിൽ ഓരോരുത്തരെ കോലം. ഇനി കൊന്നാലും കൊല്ലുക എന്ന് പറഞ്ഞാലും ഈ ബൈക്ക് ഞാനില്ല, ഈ ട്രക്കിങ്ങിന് ഞാനില്ല. ഇതിന് സന്തോഷമായ ജൂനിയോ സംസാരിക്കാനുള്ള അതും കൂടി ഇല്ല. 3600 സ്റ്റെപ്പ്, 500 സ്റ്റെപ്പ്, 4 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞു. കുത്തനുള്ള കയറ്റം കയറി ഞാനവിടെ നദിയിൽ നിന്ന് കുളിച്ചതൊക്കെ പോയി. ഞങ്ങളിതിൻ്റെ മുകളിലെത്തിയ സമയത്ത് ഇവിടെ പൈനാപ്പിൾ പഴമൊക്കെ വെക്കുന്നുണ്ട്. പൈനാപ്പിൾ ഞങ്ങൾ വേഗി കഴിഞ്ഞ് നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ജുനുവിന് ഇതൊന്നും അങ്ങനെ കഴിക്കണമെന്ന് ഞങ്ങളൊന്ന് കട്ട് അയച്ചിരിക്കണം. 120 റുപ്യ ഒരു പൈനാപ്പിളിന്.
പക്ഷെ നല്ല മധുരമായിട്ട് നമ്മളെ നാട്ടിൽ ഇത്ര മധുരമുള്ള പൈനാപ്പിൾ കിട്ടൂല. നമ്മളെ ദീദി ഇതവിടെ കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കാനും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരുപാട് ഇരുട്ടെ, ആകെ വേർത്ത പാടെ തോട്ടിലെ തണുത്തളത്തിൽ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റൂം എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനുള്ള പരിപാടി, നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മുട്ട റോസ്റ്റും ബ്രെഡും ഉണ്ട്. അപ്പോൾ അത് സെറ്റാക്കാനുള്ള പരിപാടിയാണ് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യുന്നത്. സാധനമൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട റോസ്റ്റിൽ ഞാൻ വെറൈറ്റിക്ക് ഒരു ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ടിരിക്കണ്. അത് ഇനി എന്താ ആകുകയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു പരീക്ഷണം നടത്തിയാണ്, എന്തായിന്നൊന്നും അറിയില്ല. മുട്ട റോസ്റ്റ് ചെയ്താൽ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ പാട് ടേസ്റ്റ് എന്നുള്ളത്. നമുക്ക് വലിയ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, വെറുതെ അങ്ങനെ ഒരു വൈബ് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയാണ്. മുട്ട റോസ്റ്റ് ഇവിടെ ഇതാക്കിയിട്ടുണ്ട്, സെറ്റ്. ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, വേറെ ലെവൽ സാധനം. വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ നമ്മൾ ദൗക്കി സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും